ഡോക്ടർ ഫസൽ ഗഫൂർ, സാന്ദർഭിക വശാൽ പറയേണ്ട ഒരു കാര്യം, താങ്കൾ ഇപ്പോഴുള്ളത് ബോധഗയയിലാണ് എന്നെനിക്ക് തോന്നുന്നു. ബുദ്ധന്റെ ബുദ്ധന്റെ അവിടെ പോയിട്ട് വരെയാണ്. അത് ശരി, മഹാബോധി ക്ഷേത്രത്തിലാണ് ഒരു മണിക്കൂർ മുമ്പ്. എന്തായാലും ആ ദിവസം തന്നെ വൈകുന്നേരം ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രാജ്യം ചർച്ച ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഡോക്ടർ ശിവദാസനെ പോലുള്ളവർ വലിയ പോരാട്ടം നടത്തി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടാകും. അംബേദ്കറോട് BJPക്ക് പുച്ഛം എന്തിന് എന്ന് ഞാൻ ചോദിച്ചു. അതായിരുന്നു യഥാർത്ഥ ചോദ്യം. അത് തന്നെയാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്. പക്ഷേ അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്നാണ് ഷാബു പ്രസാദ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ പ്രതികരിക്കുന്നത് എങ്ങനെ? അല്ല, നമ്മളെ സാധാരണ ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആണല്ലോ, അപ്പൊ നമ്മൾ രണ്ടുമൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് കളക്റ്റീവ് സബ് കോൺഷ്യസ്നസ്, അതായത് ഒരു ജനതയുടെ മനസ്സിലിരിപ്പ് എന്നുള്ളത്. അതിപ്പോ ഉദ്ദേശിച്ചു വരുന്നത് ആരുടെ വേണം വെച്ചാൽ നമുക്ക് അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താന്നുള്ളത് അതുമാതിരി വേറൊന്നാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ അറിയാതെ നമ്മൾ മനസ്സിലുള്ള പുറത്തു പറഞ്ഞു പോവുക. എനിക്ക് തോന്നുന്നത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ചിന്തയിലുള്ള ഒരു കാര്യം അറിയാതെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയാൽ. ഒന്നാമത് തന്നെ അമിത്ഷാക്ക് ഈ കാര്യത്തിലെ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ജെയിൻ മതത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇവരുടെ കൂട്ടത്തിലൊക്കെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരിപ്പോ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷമായ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്. അപ്പൊ അവർക്ക് ഇതിൽ കാര്യമില്ലെങ്കിലും എന്നാലും ഇപ്പൊ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഓർഗനൈസറിന്റെ ഒക്കെ ആദ്യകാലത്തുള്ള എല്ലാ ലേഖനങ്ങളും ബുക്കുകളൊക്കെ വായിച്ചു അതിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കി കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒരു സവർണ പാർട്ടിയായിരുന്നു. അവർ ഒരു തരത്തിലുള്ള സംവരണത്തിന് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അതിൽ പറയുമ്പോൾ കൂട്ടത്തിൽ ഞാൻ പറയാം, കാക്ക കലേൽക്കൽ കമ്മീഷനെ മനസ്സിലല്ലേ പാസ്സാക്കാതിരുന്ന കോൺഗ്രസ് പാർട്ടി അതിൽപ്പെടും ആദ്യകാലത്ത്. നമ്മൾ രണ്ടും കൂടെ പറയണമല്ലോ. എന്തുകൊണ്ടാണ് മണ്ഡലിന് മുമ്പ് 1955 കൊണ്ടുവന്ന അത് തൊട്ടിട്ട് ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹമാണല്ലോ ഇവരുടെ താത്വികാചാര്യൻ. അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവര് മുഴുവനും ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു, സംവരണത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അംബേദ്കർ അവരുടെ ഒരു ഹീറോ ഒന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെ ഇത് മാറി? അതാണല്ലോ ചോദ്യം. നിങ്ങൾ എന്തുകൊണ്ട് പുച്ഛം എന്നുള്ള ചോദ്യത്തിനുള്ള ആ മാറാനുള്ള കാരണം, നമ്മളെ രാമവൻ ജന്മഭൂമി പ്രശ്നം വന്നു. അങ്ങനെ ബാബരി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിന് ശേഷം നടന്ന ഇലക്ഷനിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിരിച്ചുവിട്ട ഗവൺമെന്റുകളെല്ലാം തോറ്റുപോയി. അവരെല്ലാം തോറ്റുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ മറ്റൊരു താത്വികാചാരനായിട്ടുള്ള ഗോവിന്ദാചാര്യ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊന്നും പോയാൽ പറ്റൂല, നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് നടത്താനുണ്ട് സമൂഹത്തിൽ. ആ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് പിന്നോക്ക ജാതികളെ കൂട്ടാനും ദളിതുകളെ കൂട്ടാനുമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവർ അംബേദ്കറെ പൊക്കിക്കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ അവർ അംബേദ്കറെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ തിരിച്ചൊരു ചോദ്യമുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടത്തിയപ്പോ ഒരു ഗോസ്വാമി തീ വെച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു, മനസ്സിലായ. പക്ഷെ ആ ഗോസ്വാമി പിന്നീട് ജീവിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അന്ന് ഇവരെതിരായിരുന്നല്ലോ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് എതിരായിരുന്നു. അപ്പൊ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ചിട്ട് ഇവരുടെ പോളിസികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കൂടി ഇവരുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് ഞാൻ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിലിരിപ്പ് പുറത്തോട്ട് ചാടി എന്നുള്ളതാണ്. അപ്പൊ ഇനി ഒരു കാര്യം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നു. ഇപ്പൊ ദളിതുകൾക്ക് ആ കാര്യങ്ങളൊക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. കഴിഞ്ഞ ഇലക്ഷനിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28 ദളിത് MP കോൺഗ്രസിൽ വന്നു. പറഞ്ഞോളൂ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. 28 ദളിത് MP ഇപ്പൊ കോൺഗ്രസിൽ വന്നു. അതേസമയം 20 ആണെന്നാണ്, അല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കാം. 270 മറ്റേ 20 വരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ അർത്ഥം വലിയൊരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് ദളിത് വോട്ടില്. ഇപ്പുറത്തെ വശത്ത് നമുക്കറിയാം, അയോധ്യയിലെ രാം അവധേഷ് പ്രസാദ് അല്ലെങ്കിൽ രാം അവധേഷ് അദ്ദേഹമാണ് അവിടുത്തെ MP. അദ്ദേഹം ദളിതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദളിതുകൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. ഇന്ന് മായാവതിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മായാവതി ആദ്യം കുറച്ച് പതറിയുന്നെങ്കിലും ഇന്ന് വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവരുണ്ടായിട്ടുണ്ട് ഈ കാര്യത്തെ പറ്റിയിട്ട്. അപ്പൊ ഒരു കാര്യം വളരെ ഉറപ്പാണ്, നമുക്കിപ്പോ കുറെ കാലം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് മാത്രമല്ല, വേറെ ശ്രമം കൂടെ നടന്നിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിലുള്ള നമ്മുടെ ബീഹാറിൽ നടത്തിയിട്ടുള്ളതും
അത് ഉത്തർപ്രദേശ് നടപ്പാക്കാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. അതായത് OBC-കളെ രണ്ടായിട്ട് തിരിക്കുക, പിന്നീട് അതിനുശേഷം ദളിതുകളെ രണ്ടാക്കി തിരിക്കുക, ദളിതും മഹാദളിതും. അപ്പൊ അതിൽ രസം എന്താ വെച്ചാൽ അംബേദ്കറിന്റെ വിഭാഗത്തിനെതിരായിട്ടാണ് നടക്കുന്നത്. അംബേദ്കറുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ മുന്നോക്കത്തിൽ പെടുത്തിയിരിക്കുന്നത് ചാമാർ എന്ന വിഭാഗത്തെയും മഹാർ എന്ന വിഭാഗത്തെയും ഇവരെയൊക്കെ മുന്നോക്കത്തിൽ പെടുത്തിയിരിക്കുക. മുഷഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ തരത്തിലുള്ള ജാതികളെല്ലാം പിന്നോക്കത്തിൽ പെടുത്തിയിരിക്കുക. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ചിറാഗ് പാസ്വാൻ അടക്കമുള്ളവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് അതിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ ഡിവിസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതായത് സർദാർ പട്ടേലിനോ അല്ലെങ്കിൽ BR അംബേദ്കറിനൊക്കെ എത്രയോ കാലം മുമ്പ് കോൺഗ്രസ് ഭാരതരത്നം കൊടുക്കണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കമില്ല. അവിടെയാണല്ലോ ഇവർ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ആ കാലത്ത് നടത്തിയിട്ടുള്ള പക്ഷെ ഇതൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ്, എത്ര ആത്മാർത്ഥത ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിയുകയല്ലേ? അതല്ലേ ഇപ്പോൾ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം പറഞ്ഞാൽ നിങ്ങൾ മോക്ഷം കിട്ടും അല്ലെങ്കിൽ 7 സ്വർഗത്തിലെത്തും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അംബേദ്കറെ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്ന് വ്യക്തമാവുകയല്ലേ? അല്ല, വ്യക്തമാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളെ മനസ്സിലിരിപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ പുറത്തു പറഞ്ഞു എന്നുള്ളതാണല്ലോ ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ്. അപ്പൊ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുച്ഛമായിട്ടുള്ള ഒരു കാര്യമാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറഞ്ഞു. പിന്നെ വാക്കുകൾ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് വാക്കുകൾ ഇങ്ങോട്ട് തിരിച്ച് മറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ ശ്രമിക്കുകയാണ്. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, അത് കോൺഗ്രസ്സുകാർ ചെയ്യണതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യണതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. വന്നുപോയ വാക്കിന്റെ ആ ഒരു പിഴവാണ്. ആ പിഴവിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് മാപ്പ് എന്ന് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇത് ഒഴുക്കിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോയതാന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ്സുകാരെ പറ്റിയിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മളെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെ അതായത് പുച്ഛം എന്തിനാന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഉള്ള കോൺഗ്രസിന് എല്ലാവരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ സവർണ വിഭാഗങ്ങൾക്കും ഒരു കാലഘട്ടത്തിൽ പുച്ഛമുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് മനസ്സിൽ തേട്ടി വന്നിരുന്നു. അത് ആ മനസ്സിൽ തേട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലക്രമേണ അവരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലും എല്ലാ പാർട്ടികളിലും ഉള്ളവരുണ്ട്. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ജൈൻ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ ഡൈനാമിക്സ് അത് മനസ്സിൽ കിടക്കണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ പുച്ഛം ഏതായാലും പുച്ഛത്തോടെ തന്നെ ജനങ്ങൾ അതിനെ തള്ളിക്കളയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി.